ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാനായിട്ട് കർത്താവ് തന്ന സാവകാശത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ചില ആലോചനകളാണ് അല്ലെങ്കിൽ വിഷയങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നാം ശ്രദ്ധിച്ചത്. ഇപ്പോൾ നാം 1-ാം അധ്യായത്തിൽ തന്നെയാണ് നമ്മളായിരിക്കുന്നത്. വചനം എന്നുള്ള ഒരു വാക്കിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് മുന്നോട്ട് പ്രോഗ്രസീവായിട്ട് ആ വിഷയം സംസാരിച്ചു വരുമ്പോൾ ഒരു വ്യക്തിയായിട്ട് ഈ ലോഗോസിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ പടിപടിയായിട്ട് ആ വിഷയം പറഞ്ഞു കൊണ്ടുവന്ന് യേശുവാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണ് ലോഗോസ് എന്നുള്ള വിഷയത്തിലേക്ക് എഴുത്തുകാരൻ യോഹന്നാൻ ആ വിഷയങ്ങൾ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടായിരിക്കുന്ന വിഷയം 14-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യേശുക്രിസ്തുവാണ് ലോഗോസ് എന്നുള്ള വിഷയം വ്യക്തമാക്കുന്ന ഒരു വിഷയം നമ്മൾ കാണും. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമുള്ള ഒരു വേദഭാഗമാണ് വചനം ജഡമായി തീർന്നു. അപ്പോൾ വചനം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് 1-ാം വാക്യം മുതൽ യോഹന്നാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ 14-ാം വാക്യത്തിൽ വരുമ്പോൾ വചനം ജഡമായി തീർന്നു എന്ന് വ്യക്തമായി അവിടെ പറയുകയാണ്. അപ്പോൾ ഈ വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം അവിടെ വ്യക്തമായിട്ട് 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വചനം എന്നുള്ളത് അവൻ എന്നാക്കി എടുത്തു പറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിച്ചു വരുന്നു. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജഡമായി തീർന്ന വചനത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞു വരുന്നത് എന്നുള്ള വിഷയവും അവിടെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജഡമായി തീർന്നതിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൽ 2 വിധ സ്വഭാവങ്ങൾ സംയോജിതമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ 2 സ്വഭാവങ്ങൾ, ദൈവത്വവും മനുഷ്യത്വവും യേശുക്രിസ്തുവിലുണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ദൈവരൂപത്തിലിരിക്കെ തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു തന്റെ പൂർണ്ണ ദൈവത്വത്തിൽ തന്നെ മനുഷ്യാവതാരം ചെയ്യുമ്പോൾ ആ ദൈവത്വത്തോടു കൂടെ പൂർണ്ണമായിരിക്കുന്ന പൂർണ്ണ മനുഷ്യത്വം കൂടി താൻ ചേർന്നു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനാണ്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു ഒരേ സമയം മനുഷ്യാവതാരത്തിൽ യേശുക്രിസ്തു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി തീർന്ന കർത്താവായ യേശുക്രിസ്തു. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് എടുത്ത് വായിക്കുന്നില്ല. അപ്പോൾ പാപമൊഴികെ ബാക്കി എല്ലാ വിഷയങ്ങളിലും മനുഷ്യനോട് തുല്യനായിട്ട് ചേർന്ന് വന്ന അല്ല ജഡശരീരം എടുത്തു. ഇവിടെ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വിഷയം, വചനം ജഡമായി തീർന്നു, വേർഡ് ബിക്കെയിം ഫ്ലെഷ്. അതിന് കാരണമുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ പലവിധ ഉപദേശങ്ങൾ ക്രിസ്തീയ സമൂഹത്തിൽ സഭയ്ക്കുള്ളിൽ തന്നെ കടന്നുകൂടിയിട്ടുണ്ട്. യോഹന്നാൻ ഇത് എഴുതുന്ന കാലമായപ്പോൾ തന്നെ ഡോസറ്റിസം പോലുള്ള ഉപദേശങ്ങൾ, അതായത് യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ, യേശു ദൈവമാണ്, യേശു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനായതേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. യേശു ക്രിസ്തുവില് മനുഷ്യ സ്വഭാവം, മനുഷ്യനെ വന്നപ്പോൾ ദൈവ സ്വഭാവം അറിയപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ പലവിധ ഉപദേശങ്ങൾ ക്രിസ്തുശാസ്ത്ര സംബന്ധമായിട്ടുണ്ടാവുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ വിഷയം മനസ്സിലാകത്തക്ക നിലയിൽ, ഏറ്റവും ലളിതമായ നിലയിൽ യോഹന്നാൻ ആ കാര്യങ്ങൾ എഴുതി വരുമ്പോൾ ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണ മനുഷ്യനായിട്ട് തന്നെയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ഈ പൂർണ്ണ മനുഷ്യനായിട്ട് വരുമ്പോൾ പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യനായി എന്നുള്ള വിഷയവും ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ ഒരേ സമയം മനുഷ്യത്വവും ദൈവത്വവും പരസ്പരം കോൺഫ്ലിക്റ്റ് ചെയ്യാതെ, കൺഫ്യൂസ് ആകാതെ സ്ഥിതി ചെയ്യുന്നു. ഇൻഡിപെൻഡന്റ് സ്വഭാവങ്ങളാണ് രണ്ടും. യേശുക്രിസ്തുവിൽ 2 സ്വഭാവവും ഒരുപോലെ നിൽക്കുന്നു. അത് തമ്മിൽ ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരു മിക്സിങ് അപ്പും ഇല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് യേശുക്രിസ്തു ദൈവത്വം വെളിപ്പെടുത്തേണ്ട സമയത്ത് കൃത്യമായിട്ട് ദൈവത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു മനുഷ്യത്വം വെളിപ്പെടുത്തിയ സമയത്ത് കൃത്യമായിട്ട് മനുഷ്യത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു ദുഃഖിക്കുന്നതും കരയുന്നതും ദാഹിക്കുന്നതും ബലഹീനനായി തീരുന്നതൊക്കെയായ രംഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാ വാക്യങ്ങളിലൂടെയും സഞ്ചരിക്കുന്നില്ല, ജസ്റ്റ് ആ വിഷയങ്ങൾ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അനേക ഭാഗങ്ങളിൽ നമ്മൾ ഈ വിഷയം കാണുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നുപോകും. ഇവിടെ പ്രാരംഭമായിട്ട് യോഹന്നാൻ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒരു എഴുത്തിന്റെ ശൈലി തന്നെയാണ് യോഹന്നാനും സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആ വിഷയം ഓർപ്പിച്ചു. ആദ്യത്തെ ഒറ്റ അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വന്ന് അതിന്റെ താൻ എഴുതാൻ പോകുന്ന വിഷയങ്ങളുടെ ഒരു സമ്മറി ഏറ്റവും ബ്രീഫായിട്ട് താൻ 1-ാം അധ്യായത്തിൽ തരികയാണ്, ഒരു ആമുഖമായിട്ട് തരികയാണ്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിച്ചാലാണ് ഈ
വാക്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിന്റെ ഓർഡറും ക്രമവും ഒക്കെ അല്പം കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, യോഹന്നാൻ യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ള വിഷയം വ്യക്തമാക്കി കാണിക്കുവാനായിട്ട് മുമ്പോട്ട് വരുമ്പോൾ അതിന് അനുയോജ്യമായ അവിഭാജ്യ ഘടകമായിരിക്കുന്ന വിഷയങ്ങളെ ആദ്യം തന്നെ മുഖവുരയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയും. അപ്പൊ ഇത് വായിക്കുന്നവർ അടിസ്ഥാനപരമായി 1-ാം അധ്യായം വായിക്കുന്നവർ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കണം എന്നതാണ് ഈ എഴുത്തുകാരൻ്റെ ഒരു ലക്ഷ്യം. അതുകൊണ്ടാണ് 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നൊരു ഒറ്റ സെന്റൻസിലാണ്. പിന്നീട് പറയുന്ന വിഷയം മറ്റൊന്നാണ്. അപ്പോൾ ഇവിടെ ഈ യോഹന്നാൻ തന്റെ അനുവാചകർ, തന്നെ വായിക്കുന്നവര്, താൻ എഴുതുന്ന വിഷയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി യേശു ക്രിസ്തു രക്ഷിതാവാണ് എന്നുള്ള വിഷയത്തിൽ താൻ 1-ാം അധ്യായം മുതൽ അവസാനം വരെ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ താൻ എഴുതിയതിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ ആദ്യ ക്ലാസ്സിൽ ഓർത്തു. യേശു ദൈവപുത്രൻ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് എന്ന് താൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജഡാവതാരമെടുത്ത യേശു ക്രിസ്തു ജഡത്തിൽ വന്നപ്പോൾ ഈ ഇരു സ്വഭാവവും യേശു ക്രിസ്തുവിലുണ്ട്. ആ യേശു ക്രിസ്തുവിന്റെ ആ നിസ്തുല്യതയെ താൻ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ പറയുന്ന വിഷയം, ഈ വചനം നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ വചനം ജഡമായി തീർന്നു, ഇടയിൽ പാർത്ത യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തതിന് ശേഷം ആണ് യോഹന്നാൻ ഈ വിഷയങ്ങൾ എഴുതുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും കാരണം ഇത് പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. യേശുക്രിസ്തു അവിടെ പാർത്തു എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങളോട് കൂടെ യേശുക്രിസ്തു പാർത്തു, ഡ്വെൽറ്റ് എമംഗ് അസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ നമ്മൾക്കറിയാം, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കൂടാരം അടിക്കുന്നിടത്ത് കൂടാരത്തിനുള്ളിലാണ് കർത്താവ് അല്ലെങ്കിൽ യഹോവയുടെ തേജസ് വസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതേ ഒരു കൺസെപ്റ്റ് പ്രൈമറി ആയിട്ട് ജൂവിഷ് ജെന്റൈൽസ് രണ്ടു കൂട്ടർക്കും എഴുതുന്നുണ്ട്. എന്നാൽ യഹൂദന്മാരായി വായിക്കുന്നവർക്ക് പെട്ടെന്ന് ഈ വാക്ക് ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് കഴിയും. കൂടെ വസിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ ദൈവ തേജസ് അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം, ദൈവം മനുഷ്യരുടെ ഇടയിൽ പാർക്കുന്നതായിരിക്കുന്ന ഒരു ബോധ്യം, അണ്ടർസ്റ്റാൻഡിങ് അന്നത്തെ ആളുകൾക്ക്, വായനക്കാർക്ക് പ്രത്യേകിച്ച് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ വചനം ജഡമായി തീർന്നിട്ട് അത് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് കൂടെ ദൈവം ജഡ രൂപത്തിൽ ജഡമായിട്ട് പാർത്തു എന്നുള്ള വിഷയമാണ് യോഹന്നാൻ വളരെ ലളിതമായിട്ട് പറയുന്നത്. എന്നിട്ട് അതിന്റെ കൺഫർമേഷൻ പറയുന്നത് 14-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, അവന്റെ തേജസ് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ഏകജാതനായ തേജസ്സായി കണ്ടു. അപ്പോൾ ദൈവത്തിന്റെ തേജസ്സിനെ ശിഷ്യന്മാർ കണ്ടു. ഇത് യോഹന്നാൻ പറയുമ്പോൾ നമുക്കറിയാം, മറുരൂപ മലയിൽ യോഹന്നാനും യാക്കോബിനും പത്രോസിനുമാണ് കർത്താവ് മറുരൂപ മലയിൽ തന്റെ തേജസ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ 2-3 നിലകൾ നമുക്ക് ഈ ആശയങ്ങളെ ഒന്ന് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, ആക്ഷരികമായിട്ട് മറുരൂപ മലയിൽ കർത്താവ് തന്റെ മഹത്വം ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ കർത്താവിന്റെ തേജസ്സിൽ ഇവർ കണ്ടു. അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശമായിട്ട് നമുക്കിതിനെ കാണാം. ഞാൻ പറഞ്ഞു 1-ാം അധ്യായത്തിൽ പറഞ്ഞ വിഷയത്തിന് ശേഷം തുടർന്നുള്ള അധ്യായങ്ങളാണ് ഈ വിഷയങ്ങൾ വിശദീകരിക്കുന്നത്. എന്നാൽ ആദ്യത്തെ വാക്കിൽ തന്നെ താൻ കണ്ട വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെയാണ് താൻ ഈ വിഷയം എഴുതുന്നത്. അപ്പോൾ അതൊരു വിഷയമായിട്ട് നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ പറയുന്ന പോലെ തന്നെ യേശു ചെയ്ത അടയാളങ്ങളിൽ കൂടി വെളിപ്പെടുത്തപ്പെട്ട ദൈവ തേജസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് നമുക്ക്, അപ്പൊ ഈ 2 കൺസെപ്റ്റിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് 3-ാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ദൈവ തേജസ്സിന്റെ മഹത്വം അല്ലെങ്കിൽ ദൈവിക പ്രഭയുടെ ദൈവിക മഹത്വം പൂർണ്ണമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു രംഗം കാൽവറി ക്രൂശാണ്. അവിടെ ദൈവനീതിയും ദൈവത്തിന്റെ സ്നേഹവും തന്നിൽ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ് കാൽവറി ക്രൂശ് എന്ന് കാണുവാനായിട്ട് കഴിയും. അവിടെയും ക്രൂശിന്റെ അടുക്കൽ ഏറ്റവും ചേർന്ന് നിന്ന വ്യക്തിയാണ് അപ്പോസ്തലനായ യോഹന്നാൻ. അപ്പോൾ യോഹന്നാൻ ഈ ഒരു വിഷയം പറയും, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു എന്ന് പറയുമ്പോൾ മിനിമം ഈ 3 നിലയിൽ നമുക്ക് ആ വിഷയങ്ങൾ ചിന്തിക്കാം. ഒന്ന്, ആക്ഷരികമായിട്ട് മറുരൂപ മലയിൽ വെച്ച് താൻ കണ്ട കർത്താവിന്റെ പ്രഭ അല്ലെങ്കിൽ മഹത്വം, തേജസ്സിനെ കുറിച്ചുള്ള തന്റെ അണ്ടർസ്റ്റാൻഡിങ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ യേശു ചെയ്ത പ്രവർത്തനങ്ങളിൽ കൂടി വെളിപ്പെടുത്തപ്പെട്ട ദൈവിക തേജസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം അത് തന്റെ ഹൃദയത്തിലുണ്ട്. 3-ാമതായിട്ട് ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും ഒരുമിച്ച് സമ്മേളിച്ച അല്ലെങ്കിൽ വ്യക്തമായി വെളിപ്പെട്ട കാൽവറി ക്രൂശും തന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടാകാം. ഈ 3 രംഗങ്ങളെ താൻ കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ടാണ് താൻ പറയുന്നത്, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. എങ്ങനെ കണ്ടു? അതാണ് പ്രധാനപ്പെട്ട, ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. ഏകജാതൻ എന്നുള്ള വാക്ക് നമുക്കറിയാം ദൈവം ജനിപ്പിച്ചു എന്നുള്ള ആശയത്തിലല്ല, അതൊരു സ്ഥാനീയ പേരാണ് എന്ന് നമുക്ക്, ഓൺലി ബിഗോട്ടൻ സൺ എന്നുള്ളത് ദൈവം ജനിപ്പിച്ച പുത്രൻ എന്നുള്ള ആശയത്തില്ല, അതൊരു സ്ഥാനീയമാണ്. ദൈവത്തിന്റെ ഏകജാതൻ എന്നുള്ള പേര് നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 11-ന്റെ-18 വരുമ്പോൾ അവിടെ അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ ഏകജാതനെ തരുവാൻ മടിച്ചില്ല എന്ന വാക്ക് നമ്മളോട് വായിക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം അബ്രഹാമിന്
ധാരാളം മക്കളുണ്ടായിരുന്നു. എന്നാൽ ഏകജാതൻ എന്നുള്ളത് ഇസഹാക്ക് വാഗ്ദത്ത സന്തതി ആയതുകൊണ്ടും ഇസഹാക്കിന് പ്രത്യേകമായിരിക്കുന്ന യുണീക്ക് ആയിട്ടുള്ള ആ മറ്റു മക്കളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് താൻ നിന്നതുകൊണ്ടുമാണ് ആ നിലയിൽ പേര് കൊടുക്കുന്നത്. അപ്പൊ ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഒരു മകൻ എന്നുള്ള ആശയത്തിലല്ല പ്രധാനമായിട്ട്, അതൊരു സ്ഥാനീയ നാമമാണ് എന്നുള്ള വിഷയം നമ്മൾ ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ദൈവ തേജസ്സിനെ കാണുമ്പോൾ ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് പറയുന്നതിൽ രണ്ട് വിഷയമുണ്ട്. ത്രിയേക ദൈവത്തിലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ആളത്വപരമായ പ്രവൃത്തിയിൽ പുത്രന്റെ സ്ഥാനത്തെ വ്യക്തമായി ഹൃദയത്തിൽ കുറിക്കൊണ്ടുകൊണ്ടാണ് യോഹന്നാൻ വചനത്തെ നമുക്ക് മുമ്പിൽ വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ പുത്രനാണ് വചനമെന്നും പുത്രനാണ് ജഡാവതാരം എടുത്തത് എന്നുള്ള വിഷയം നമുക്ക് മനസ്സിലാകത്തക്ക നിലയിൽ യോഹന്നാൻ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി ഈ ദൈവവചനത്തിന്റെ തേജസ് വെളിപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കൃപയുടെയും സത്യത്തിന്റെയും നിറവായിട്ടാണ് കാണുന്നത്. 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 14-ന്റെ 2-ാം ഭാഗത്ത് വരുമ്പോൾ ആദ്യ ഭാഗം വചനം ജഡമായി തീർന്നു എന്ന് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസ് നമ്മൾ വായിക്കുന്നത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട ദൈവത്തിന്റെ തേജസ്സിനെ യോഹന്നാൻ എടുത്തു കാണിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ള വിഷയം എടുത്തു കാണിക്കുമ്പോൾ അതിന്റെ പല തലങ്ങൾ, പല ഘടകങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അതായത് യോഹന്നാൻ ഉദ്ദേശിച്ച വിഷയം, ഞാൻ എഴുതുന്ന വിഷയം ഇത് വായിക്കുന്നവർക്ക് ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാകണം. അവരെന്തെങ്കിലുമൊക്കെ തലയിൽ കയറ്റി വെച്ച് പോകുക എന്നുള്ള ആശയത്തിൽ, അല്ലെങ്കിൽ യേശു ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു അവർ അങ്ങനെ അങ്ങ് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല യോഹന്നാൻ പുലർത്തുന്നത്. വളരെ പ്രായോഗികമായിട്ട്, വളരെ ലളിതമായിട്ട് നമ്മൾ വ്യക്തിപരമായ അനുഭവത്തിൽ കൂടെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം മനസ്സിലാക്കണം എന്നുള്ള ഒരു അതിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങോടെ കൂടിയാണ് യോഹന്നാൻ എഴുതുന്നത്. അപ്പോൾ താൻ ആദ്യം ഏകജാതനാണ്, നമുക്കറിയാം, അത് പുത്രൻ എന്നുള്ള നിലയിലേക്ക് വചനത്തെ താൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ രണ്ടാമതായിട്ട് കാണുന്നത് വചനത്തിന്റെ തേജസ്സിൽ കൃപയും സത്യവും ചേർത്ത് വെച്ചിരിക്കുക. എന്നിട്ടാണ് അടുത്ത വാക്ക് പറയുന്നത്, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. അപ്പോൾ ഈ തേജസ്സിനെ കാണുമ്പോൾ യോഹന്നാൻ അതിന് മുന്നോടിയായിട്ട് കാണുന്ന വിഷയം ജഡമായി തീർന്ന വചനം മുഖാന്തരം വെളിപ്പെട്ട ദൈവകൃപയും സത്യവുമാണ്. ഈ ദൈവകൃപയും സത്യവും എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒന്ന് പോകണം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം, അവിടെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യം. അവിടെ സന്ദർഭം ഇതാണ്. ആദ്യത്തെ കൽപ്പലക ഇസ്രായേൽ ജനം വിഗ്രഹത്തെ ആരാധിച്ചത് നിമിത്തം പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷം വീണ്ടും മോശയോട് പർവ്വതത്തിൽ കയറി ചെല്ലുവാനായിട്ട് പറഞ്ഞതിന് ശേഷം രണ്ടാമത് വീണ്ടും കല്ലുമായി കയറി ചെല്ലുമ്പോൾ അവിടെ യഹോവ മോശയോട് പറയുന്ന വാക്കാണ് 6-7 വാക്യങ്ങൾ. യഹോവ അവന്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ഇവിടെ 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ വിഷയം, ആദ്യത്തെ പാർട്ട് ദൈവത്തിന്റെ കൃപയെക്കുറിച്ച്, ക്ഷമിക്കുന്ന ദൈവം, സ്നേഹമുള്ള ദൈവം, കൃപയുള്ള ദൈവം, ദയാലുവായ ദൈവം. അപ്പൊ ദൈവം തന്നെ കുറിച്ച് തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തുമ്പോൾ, മോശയോട് ഘോഷിച്ചു എന്ന് പറയുമ്പോൾ മോശയോട് ഡിക്ലെയർ ചെയ്യുകയാണ്. താൻ ആരാണ് എന്നുള്ള വിഷയം മോശയ്ക്ക് ഡിക്ലെയർ ചെയ്യുമ്പോൾ താൻ മഹാകരുണയും കൃപയും ഉള്ളവനെന്ന് പറഞ്ഞു. അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ താൻ അതിക്രമം ചെയ്യുന്നവനോട് ക്ഷമിക്കാതെ, അതിക്രമക്കാരനോട് ദയുള്ളവനാണ്, പക്ഷെ ആ ദയ സീക്ക് ചെയ്യാത്ത വ്യക്തിയോട്, ആ ദയ അപേക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത, അതിന് വിധേയപ്പെടാത്ത വ്യക്തിയോട് തലമുറകളോളം കോപം വെച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന, ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ള വിഷയം മോശയോട് യഹോവ വ്യക്തമാക്കാം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യോഹന്നാൻ ഈ വിഷയത്തെ എഴുതി പറയുകയാണ്, ജഡമായി തീർന്ന വചനം കൃപയും സത്യവുമുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ കൃപ മനുഷ്യരോട് അവരുടെ അകൃത്യങ്ങളും പാപങ്ങളും ക്ഷമിക്കുക എന്നുള്ള ദൈവകൃപയുടെ ജഡപ്രകാരം, ജഡത്തിലുള്ള വെളിപ്പാടാണ് ഈ വചനത്തിന്റെ ജഡം എന്നുള്ള വചനത്തിന്റെ ജഡമായി തീർന്ന അവസ്ഥ. അതാണ് അങ്ങനെ വ്യക്തമാക്കി പറയുന്ന വിഷയം. വചനം ജഡമായി തീർന്നത് മനുഷ്യന്റെ അകൃത്യം ക്ഷമിക്കുവാനായിട്ടാണ്. അവിടെ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിന്റെ കൃപയുടെ വെളിപ്പാടായി, അല്ലെങ്കിൽ വചനം ദൈവത്തിന്റെ കൃപയുടെ വെളിപ്പാടായി ജഡാവതാരം എടുത്തു എന്ന് യോഹന്നാൻ. അതായത് അതേ സമയത്ത് തന്നെ താൻ പറയുന്നത് സത്യവും വരുന്നു.
കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ് ഇടയിൽപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ കൃപയെക്കുറിച്ചും സംസാരിച്ചു, ന്യായവിധിയെക്കുറിച്ചും മുന്നറിയിപ്പ് കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 3:16 വരുമ്പോഴത്തേനും പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ലെന്നും 18 വരുമ്പോൾ പുത്രനിൽ വിശ്വസിക്കാത്ത കാരണത്താൽ ന്യായവിധി വരുന്നു എന്നും വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്ന പ്രകാരം കൃപയെ വ്യക്തമായിട്ട് പിന്നീട് കർത്താവ് വെളിപ്പെടുത്തുന്നു. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവ് അത്ഭുതങ്ങൾ അടയാളം ചെയ്യുമ്പോൾ, ശമര്യക്കാരി സ്ത്രീയോട് ഇടപെടുമ്പോൾ, പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയോട് ഇടപെടുമ്പോഴൊക്കെയും കർത്താവ് ഈ കൃപയെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. താൻ ക്ഷമിക്കുന്ന ദൈവമാണ്, താൻ എത്ര കഠിന പാപിയോടും കരുണ കാണിക്കുന്ന ദൈവമാണ് എന്നുള്ള വിഷയം വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ന്യായം വിധിക്കുന്ന വിഷയവും വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇത്രയും വിഷയങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞു വരുന്നത്. ഇനി 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഈ വാക്യങ്ങളിൽ കടന്നുപോയി. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു വരുന്ന വിഷയം യേശുവിൽ എന്തുകൊണ്ട് വിശ്വസിക്കണം. അവിടെ അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല. എന്നാൽ നമ്മൾ ഈ സെക്ഷൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം 4 കാരണങ്ങൾ യേശു ക്രിസ്തുവിൽ, അതായത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് 12-ാം വാക്യത്തിൽ പറഞ്ഞതിന്റെ ആ വിശ്വാസത്തിനുള്ള 4 ന്യായങ്ങളെ നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. ഇവിടെ അതിന് പ്രധാനമായിട്ട് പറയുന്ന വിഷയം, ഞങ്ങൾ അവന്റെ എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇത്ര ഗൗരവമായിട്ട് പറയുന്നത്? ഞാനല്ല, യോഹന്നാൻ ഇത്ര ഗൗരവമായിട്ട് പറയാനുള്ള കാരണം എന്താ? ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. തേജസ് കണ്ടതിന്റെ പ്രത്യേകത എന്താ? യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം, അവിടെ നമുക്കറിയാവുന്ന വാക്യമാണ്. ആ വാക്യം, അവൻ പ്രത്യക്ഷനാവുമ്പോൾ നാം അവനെ പോലെയാകും. 3:2, 1 യോഹന്നാൻ 3:2, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അപ്പോൾ ഇവിടെ ദൈവത്തോട് അല്ലെങ്കിൽ കർത്താവിനോട് സദൃശന്മാരായി തീരുന്ന അനുഭവത്തിലേക്ക് വിശ്വാസികൾ എത്തിത്തീരും എന്നുള്ള വാക്ക് യോഹന്നാൻ തന്നെ പറയുക. അപ്പോൾ ആ ഒരു വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യോഹന്നാൻ ഈ വിശ്വാസത്തിന്റെ മഹത്വം വിടുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു, ഞങ്ങൾ അവന്റെ തേജസ്സിനോട് അനുരൂപരായി തീരുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഈ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഈ എൻ്റെ എഴുത്ത് വായിക്കുന്നവരും ഈ പ്രത്യാശയിലേക്ക് വരണമെന്ന് യോഹന്നാൻ ആഗ്രഹിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. അപ്പൊ നമ്മളോടുള്ള ബന്ധത്തിലും നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ, ദൈവവചനം നമ്മൾ പറയുമ്പോൾ, ദൈവവചനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട ഒരു പ്രധാന ലക്ഷ്യം എൻ്റെ ബോധ്യം എന്താണ് എന്നുള്ളതാണ്. എന്ത് ബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്? എന്ത് ബോധ്യത്തിലാണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നത്? ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് നമുക്ക് ഉറപ്പായിട്ട് കൊടുക്കുവാനായിട്ടുള്ളത്? മനുഷ്യനിലുള്ള ഉറപ്പല്ല. ഇവിടെ യോഹന്നാൻ എഴുതിയ വിഷയം, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. അത് 3 തലത്തിൽ നമ്മൾ ആ വിഷയം ചിന്തിച്ചു. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഇതുവരെ നാം വാസ്തവത്തിൽ എന്തായി തീരുമെന്ന് നമ്മൾ കണ്ടില്ല. കാരണം എന്താ? നമ്മൾ ഈ ജഡത്തിൽ തന്നെ ജീവിക്കാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും. ജീവിച്ചിരിക്കുന്നവർക്ക് ശരീരത്തിൽ രൂപാന്തരം ഉണ്ടാകുകയും മരിച്ചുപോയവർക്ക് പുനരുദ്ധാനവും രൂപാന്തരം ഉണ്ടാകുകയും ചെയ്യുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരായി തീരും. അപ്പോഴാണ് ഈ ദൈവ തേജസ്സിൽ അല്ലെങ്കിൽ വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന തേജസ്സിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെ ചൽത്താഹേ ചല്ലേതോ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന പോലെ ജീവിച്ചു പോകുന്നത്, അതിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ലെന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അത്യാവശ്യം സഭയിൽ പോകുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശ്വാസ ജീവിതം. എന്നാൽ അതിലുപരി കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ ശ്രദ്ധിക്കുവാൻ, കർത്താവിനെ ഒന്ന് അടുത്ത് ചെല്ലുവാനായിട്ട് ശ്രദ്ധിക്കുന്നവരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാവും. അത് വ്യക്തിപരമാണ് കേട്ടോ, അത് കുടുംബമല്ല, സഭാപരമല്ല. നമ്മൾ വ്യക്തിപരമായിട്ട് കർത്താവിനെ എത്രത്തോളം അടുത്തറിയുന്നു അത്രത്തോളം നമ്മുടെ ജീവിതം കർത്താവിനോട് അനുരൂപരായി തീരും. ഇതാണ് കർത്താവ് പറഞ്ഞത്, നമ്മൾ കർത്താവ് വരുമ്പോൾ അവരോട് സദൃശന്മാരാകും. അവിടെ വെച്ച് സദൃശന്മാരാകുന്നതല്ല, ഇവിടെ ആ ഒരു സാദൃശ്യത്തിലേക്ക് നമ്മളായി തീരണം എന്നുള്ള അതിന്റെ പ്രായോഗിക വശവും ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്ക്, വിസ്തീർണത്തിലേക്ക് പിന്നാലെ വരും. അപ്പോൾ ഇവിടെ യേശു കർത്താവിനെ കൈക്കൊള്ളുവാൻ, അവനിൽ വിശ്വസിക്കുവാൻ ഉള്ള 4 ന്യായങ്ങൾ നമ്മൾ 1 യോഹന്നാന്റെ സുവിശേഷം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എടുത്തു പറയുന്ന വിഷയം, യോഹന്നാൻ കർത്താവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. അവിടെ എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ, നമുക്കറിയാം പ്രവാചകന്മാരിൽ ഏറ്റവും ലാസ്റ്റ് പ്രവാചകനാണ് യോഹന്നാൻ. അപ്പൊ യോഹന്നാൻ പറയുന്നത് എന്നേക്കാൾ വലിയവനാണ് ഈ യേശു ക്രിസ്തു അല്ലെങ്കിൽ വചനം എന്നുള്ള വിഷയം
യോഹന്നാൻ പ്രത്യേകം പറയണം. അതായത് പ്രവാചകന്മാരെക്കാട്ടിൽ വലിയവനായതുകൊണ്ട്, പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവത്തിന്റെ അരുളപ്പാടുകൾ മനുഷ്യർക്ക് എത്തിച്ചു കൊടുത്ത ആളുകളാണ് പ്രവാചകന്മാർ. മോശം അടക്കമുള്ള പഴയ നിയമ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ നമ്മൾക്കറിയാം. അവർ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ന്യായവിധിയും അറിയിച്ച വ്യക്തികളാണ്. അവരെക്കാൾ വലിയവനായതുകൊണ്ട് ഈ യേശുക്രിസ്തു വിശ്വസിക്കാനായിട്ട് ആവശ്യമുണ്ട്. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. ദൈവം എന്തെല്ലാം കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്താലും മനുഷ്യന്റെ പുറകെ പോകത്തുള്ളൂ. അതിന്റെ ഏറ്റവും ലളിതമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ഉപദേശം പഠിക്കുമ്പോൾ, ഏതൊരു വിഷയത്തെ നമ്മൾ പഠിക്കുമ്പോൾ ആര് പറഞ്ഞു എന്നതിനാണ് പ്രാധാന്യം. എന്ത് പറഞ്ഞു എന്നതിനല്ല പ്രാധാന്യം, ആര് പറഞ്ഞു എന്നതാ പ്രാധാന്യം. ഈ പറഞ്ഞയാള് നമ്മൾ ഹീറോ ആയിട്ട് ദൈവത്തിന്റെ സ്ഥാനത്ത് കാണുന്നവരാണെങ്കിൽ അവരെന്ത് അസംബന്ധം പറഞ്ഞാലും നമ്മൾ അതിനുവേണ്ടി നിൽക്കും. വചനമല്ല പ്രമാണം. വചനം ഒരു ഉരകല്ലായിട്ട് നമ്മൾ പലപ്പോഴും കാണാറില്ല. എന്നാൽ ഇവിടെ കർത്താവ് യോഹന്നാൻ, പ്രവാചകൻ അയക്കുന്ന യോഹന്നാൻ സ്നാപകൻ ലാസ്റ്റ് പറയുന്ന വിഷയം, എന്റെ പിന്നാലെ വരുന്നവൻ എന്നിലും വലിയവൻ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് കാരണമുണ്ട്. പിന്നാലെ വരുന്നു എന്ന് പറയാൻ കാരണം, ആദ്യം യോഹന്നാനാണ് വന്നത്, പിന്നീടാണ് കർത്താവ് പുറകെ വന്നത്. വഴി ഒരുക്കാനായിട്ട് വന്ന ആളാണല്ലോ. അവർ തമ്മിൽ ഏകദേശം 6 മാസത്തെ ഡിഫറൻസ് അവർ തമ്മിലുണ്ട്. ഈ 6 മാസത്തെ പ്രായ വ്യത്യാസം അവർ തമ്മിൽ ഉള്ളതുകൊണ്ട് എന്റെ പിന്നാലെ വരുന്നു എന്ന് പറയുന്നത് വസ്തുതാപരമായിരിക്കുന്ന ഒരു വിഷയം. എന്നാൽ യോഹന്നാൻ പറയുന്ന വിഷയം പ്രവാചകന്മാരെക്കാൾ വലിയവനായിട്ട് നിൽക്കുന്ന ഒരു കർത്താവ്. യോഹന്നാൻ അപ്പോസ്തലൻ ആ വിഷയം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പ്രവാചകന്മാരെക്കാൾ വലിയവനാണ് കർത്താവ്. അതുപോലെ തന്നെ മോശയേക്കാൾ വലിയവനാണ്, ന്യായപ്രമാണത്തെക്കാൾ വലിയവനാണ്. ഈ 3 വിഷയം നമ്മൾ കാണുന്നുണ്ട്. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വരുന്നു. ഇവിടെ വന്നപ്പോൾ കൃത്യമായിട്ട് കൃപയും സത്യവും യേശുക്രിസ്തുവിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണ്. അത് ഞാൻ ആദ്യം ആ വിഷയം തന്നെ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ അത് കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്തു. യേശുക്രിസ്തുവിലാണ് കൃപയും ദൈവത്തിന്റെ കൃപയും സത്യവും സമ്മേളിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്രവാചകന്മാരെക്കാൾ വലുതവനാണ്. രണ്ടാമത്, കൃപമേൽ കൃപ പകരുന്നു. 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. 16-ാം വാക്യത്തിൽ വരുമ്പോൾ, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. കൃപയുടെ മേൽ കൃപ. കൃപ ചെയ്യുന്നത്, കൃപ പെരുകൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കരുതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തു. കാരണം ഈ പാപം ചെയ്യുമ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ട് ദൈവം വിശ്വാസികൾക്ക് കൊടുക്കുന്ന കഴിവാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് റിക്കവറി ചെയ്യുവാനായിട്ട്, അതിനെ അതിജീവിച്ച് വിശുദ്ധിയുടെ പാതയിൽ പോകുവാനായിട്ട് ദൈവം കൊടുക്കുന്ന കഴിവിനാണ് കൃപ എന്ന് പറയാം. പൗലോസിനോട് പാവത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, വിശ്വാസ ജീവിതത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്ന നിർത്തും ഒക്കെ ഈ കൃപ തന്നെയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ആരുടെ നിറവിൽ? അവന്റെ നിറവിൽ നിന്ന്. അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ സമ്പൂർണത, തന്റെ നിറവിൽ നിന്ന് കൃപ ധാരാളമായിട്ട് ലഭിക്കുന്നു. അപ്പോൾ ഈ കൃപ ലഭിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത എന്താ? ഈ മനുഷ്യരൂപത്തിൽ യേശുക്രിസ്തുവിന്റെ ജഡാവതാരമാണ് താൻ പ്രധാനമായിട്ട് 14-ാം വാക്യത്തിൽ എടുത്തു പറഞ്ഞ വിഷയം. ജഡത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും വഹിക്കുന്നതുകൊണ്ട് അവൻ നമ്മുടെ ബലഹീനതകളെ വ്യക്തമായിട്ടാണ്. അപ്പൊ ദൈവത്വവും മനുഷ്യത്വവും യേശുക്രിസ്തുവിൽ ചേർന്ന് നിൽക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ബലഹീനത അതിന്റെ പൂർണ്ണ അളവിൽ അല്ലെങ്കിൽ ദൈവത്തിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ദൈവത്തെ നമ്മുടെ ബലഹീനതയൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ദൈവം എന്ന് വിളിക്കുന്നത്. എന്നാൽ മനുഷ്യാവതാരത്തിൽ യേശുക്രിസ്തു വരുമ്പോൾ മാനുഷിക ശരീരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബലഹീനത വ്യക്തമായിട്ട് കർത്താവിന് അറിയാം. ആ ബലഹീനതയെ അതിജീവിക്കുവാൻ കൃപമേൽ കൃപ പകരുവാനായിട്ട് കർത്താവ് നമ്മുടെ ഇടയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ വ്യക്തമായിട്ട് പറയുന്ന വിഷയം. അപ്പൊ വിശ്വസിക്കുന്നവര് ഈ കൃപയിൽ അനുഭവിച്ച് ദൈവമക്കളായി തീർന്നു കഴിയുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. എഫെസ്യ ലേഖനം 1-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ ആ വിഷയം വായിക്കുന്നുണ്ട്. അപ്പോൾ അവനെ കൈക്കൊണ്ട്, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിച്ചവർ ദൈവമക്കളായി തീരുന്നവർക്ക് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹവും കൊടുക്കുന്ന ഒരനുഭവം. ആ അനുഭവത്തിന്റെ അടിസ്ഥാനമാണ് കൃപമേൽ കൃപ പകരുക എന്ന് പറയുന്നത്. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്യന്തിക വെളിപ്പാടാണ്, അല്ലെങ്കിൽ ദൈവം ആണ് എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരുന്ന ആത്യന്തിക വെളിപ്പാടാണ് യേശുക്രിസ്തു. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അപ്പൊ യോഹന്നാൻ തന്റെ 1-ാം അധ്യായത്തിൽ ആദ്യത്തെ 18 വാക്യങ്ങളിൽ വചനം നിത്യമാണ്, അതായത് യേശുക്രിസ്തു നിത്യപൂർവാസ്തിക്യമുള്ള ദൈവമാണ്, നിത്യദൈവമാണ് എന്ന് പറഞ്ഞു വന്നിട്ട് അവസാനം 18-ാം വാക്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ സമ്പൂർണ്ണ വെളിപ്പാടുണ്ട് എന്നാണ്.
അങ്ങനെ പറയാനുള്ള മനുഷ്യൻ എക്കാലത്തും ദൈവത്തെ അന്വേഷിച്ച് നടക്കുക. മതവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല. ഇപ്പൊ യഹൂദന്മാർക്ക് ഇത്രയും പ്രോഗ്രസീവായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വെളിപ്പാട് കിട്ടിയെങ്കിൽ അവരും ട്രാക്ക് തെറ്റിപ്പോവാനായിട്ടുള്ള കാരണം ലഭ്യമായ വെളിപ്പാടുകളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ യോഹന്നാൻ ഇവിടെ യഹൂദന്മാർ ഉൾപ്പെടുന്ന വായനക്കാരോട് പറയുന്ന വിഷയം, യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ വ്യക്തിയിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ആത്യന്തികമായി വെളിപ്പെട്ടിരിക്കുന്നു. എബ്രായ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയം കൂടുതലായിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ആദ്യത്തെ 18 വാക്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ യോഹന്നാൻ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ നിത്യപൂർവാസ്തിക്യം മുതൽ യേശുക്രിസ്തു ദൈവത്തിന്റെ ആത്യന്തിക വെളിപ്പാടാണ്, മനുഷ്യർക്കായിട്ടുള്ള ആത്യന്തിക വെളിപ്പാടാണ് എന്നുള്ള വിഷയം വ്യക്തമായിട്ട് വരച്ചു കാണിച്ചിട്ട് ഈ യേശുക്രിസ്തുവിൽ എന്തുകൊണ്ട് വിശ്വസിക്കണം എന്നും പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ സാക്ഷിയായിട്ട് യോഹന്നാൻ സ്നാപകനെയും അതിനിടയിൽ കൊണ്ടുവന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ 18 വാക്യങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ യോഹന്നാനെയും കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി 18 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, യേശുക്രിസ്തുവിന്റെ ജഡാവതാരം എന്നുള്ള വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത യോഹന്നാൻ ഇവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ഗ്രാഹ്യം നമുക്കുണ്ടാകണം. നാം എന്തു വിശ്വസിക്കുന്നു, നാം ആരാണ്, നമ്മൾ എന്താണ് പ്രത്യാശിക്കുന്നത്. നമുക്ക് പ്രത്യാശയൊക്കെ ഉണ്ട്, ശരിയാ. പക്ഷെ നമ്മൾ മറ്റുള്ളവരോട് ഈ വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രത്യാശ കൃത്യമായിട്ട് വെളിപ്പെടണം. നമ്മൾ പലപ്പോഴും വാക്കിൽ പ്രത്യാശ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നവരാ, ജീവിതത്തിൽ അത് ഇല്ലാത്തതിന്റെ കുറവുണ്ട് എന്നുള്ള വിഷയം ഓർപ്പിക്കുന്നു. അതിന് ഓർപ്പിക്കാൻ കാരണം യോഹന്നാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ടാണ് ആ വിഷയം യോഹന്നാൻ സ്നാപകനെ കൊണ്ടുവന്ന് അപ്പോസ്തലനായ യോഹന്നാൻ ഈ വിഷയം വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കാം. ഞാൻ ഇത് വായിച്ചപ്പോൾ വാസ്തവമായും ചിന്തിച്ചു പോയി. എന്താ, നമുക്കറിയാം മറ്റ് 3 സുവിശേഷങ്ങൾ സമാന്തര സുവിശേഷങ്ങൾ അല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പെൽസ് എന്ന് പറഞ്ഞ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ. ഈ ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ അവരെഴുതി വരുന്ന രീതിയിൽ ഇപ്പം സ്നാപക യോഹന്നാനെ കുറിച്ചും എഴുതി വരുമ്പോൾ യോഹന്നാന്റെ ജനനം, യോഹന്നാന്റെ ശുശ്രൂഷ, യോഹന്നാന്റെ മരണം, ഈ ഒരു ക്രമത്തിൽ എഴുതി പോകുന്നത്. എന്നാൽ യോഹന്നാൻ തികച്ചും വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ് തന്റെ എഴുത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ എന്തായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ മെസ്സേജ് അല്ലെങ്കിൽ നിയോഗം എന്തായിരുന്നു എന്നുള്ളതാണ് വ്യക്തമായിട്ട് എഴുതുന്നത്. അപ്പോൾ ഈ യോഹന്നാൻ എഴുതി വരുന്നൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. തന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. നമുക്കറിയാം യോഹന്നാൻ കർത്താവിന്റെ ശിഷ്യന്മാരിൽ നമ്മൾ ആ വിഷയത്തിലേക്ക് വരും. യോഹന്നാൻ ആരായിരുന്നു എന്നത് സംബന്ധിച്ച് നമ്മൾ ആ വിഷയത്തിലേക്ക് വരും. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മുതൽ നമ്മൾ യോഹന്നാൻ സ്നാപക യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ മുതൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് സ്നാപക യോഹന്നാനെ കുറിച്ച് യോഹന്നാൻ നൽകുന്നത്. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ 6-ാം വാക്യത്തിൽ തന്നെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യോഹന്നാൻ എഴുതുന്നുണ്ട്. ഒറ്റ വാക്കിൽ അവിടെ പറഞ്ഞു, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. പിന്നെ 15-ാം വാക്യത്തിൽ വരുമ്പോൾ എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും വലിയവനാണെന്ന് യോഹന്നാൻ പറഞ്ഞു എന്നും പറഞ്ഞു. അത്രയും പറഞ്ഞ സാധാരണ നമ്മൾ അങ്ങ് വിട്ടാൽ മതി. എന്നാൽ യോഹന്നാൻ അവിടെ വിടാതെ 18-19 മുതലുള്ള വാക്യങ്ങളില് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിയോഗവും തന്റെ ജീവിത ദർശനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. അപ്പൊ യോഹന്നാൻ എഴുതുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് ലഭിക്കുന്നു. തനിക്ക് ദൈവത്തിന്റെ തേജസ് കാണുവാൻ ഭാഗ്യം ലഭിച്ചു. കർത്താവിന്റെ ദൈവ തേജസ് കാണുവാനായിട്ട് മരുരൂപിൽ വെച്ച് യോഹന്നാന് ഭാഗ്യം ലഭിച്ചു. ആ കാഴ്ച യോഹന്നാന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അത് ഞാൻ പറയുന്നത്, കർത്താവിനെ കുറിച്ച് നമുക്കുള്ള ദർശനമാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. നമുക്ക് ഈ ദർശനത്തിന്റെ അഭാവമുണ്ടിന്ന്. സ്വപ്നത്തിൽ യേശുവിന്റെ രൂപം കാണുന്നു, മലയിൽ കയറി യേശുവിന്റെ രൂപം കാണുന്നു അല്ല ഞാൻ പറഞ്ഞു വരുന്ന വിഷയം. അന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യേക നിലയിൽ അത് വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് ആ വിഷയം വളരെ വ്യക്തമായിട്ട് രേഖയായി നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ആ വചനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആത്മാവിൽ നമുക്ക് ആ ചിത്രം വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. ആ നിലയിലേക്ക് കാണുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതം ശരിയായിട്ട് വരിക. അപ്പൊ യോഹന്നാന്റെ ജീവിതത്തിലും അതന്നെ, സ്നാപക യോഹന്നാന്റെ ജീവിതത്തിലും അതേ ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിനെ താൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി താൻ ആരാണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് യോഹന്നാൻ ജീവിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ഇവിടെ യേശു കർത്താവിനെ കുറിച്ച് ആധികാരികമായ സാക്ഷ്യം ആദ്യമായി പറയുവാനായിട്ട് നിയോഗിതനായ വ്യക്തിയാണ്
യോഹന്നാൻ സ്നാപകൻ. താൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ വഴിയൊരുക്കുവാനായിട്ട് വരും എന്നുള്ള പ്രവചനവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ ജനനത്തിന്റെ ഉദ്ദേശം നമ്മൾ അതിനെ പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ യോഹന്നാന്റെ ജനനത്തിന്റെ ഉദ്ദേശമാണ് നമുക്ക് ആദ്യം കാണുവാനായിട്ട് കഴിയും. എന്തിനാണ് യോഹന്നാൻ സ്നാപകൻ ജനിച്ചത്? തന്റെ ജന്മനാ ഉള്ള നിയോഗം എന്തായിരുന്നു? നമ്മൾ വായിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നിന്നുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടന്നു ചെല്ലാം എന്ന് വിചാരിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 6-ാം വാക്യം, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ദൈവം അയച്ചിട്ടാണ് യോഹന്നാൻ വന്നത്. അപ്പോൾ യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ ആദ്യം വായിക്കുമ്പോൾ യോഹന്നാന്റെ നിയോഗം, ജനനത്തിന്റെ നിയോഗം എന്ന് പറയുന്നത് അതിന്റെ പ്രാഥമികമായിരിക്കുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് ദൈവത്താൽ അയക്കപ്പെട്ടു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മുടെ സുവിശേഷകന്മാരായിട്ടും മൂപ്പന്മാരായിട്ടും ഡീക്കന്മാരായിട്ടും സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി കർത്താവിനെ കുറിച്ച് സാക്ഷ്യം വഹിക്കുകയാണ്. സഭയെ പരിപാലിക്കുന്നവർ കർത്താവ് എങ്ങനെയാ സഭയെ പരിപാലിക്കുന്നത്? മൂപ്പന്മാരെങ്ങനെ ഭരിക്കണം? സഭയെ കർത്താവ് എങ്ങനെ പരിപാലിക്കുന്നു? ആടുകളെ കർത്താവ് എങ്ങനെ കാണുന്നു എന്ന ബോധ്യത്തിൽ വേണം വെളിപ്പെടുത്താൻ. അപ്പൊ അതിന് പ്രാഥമികമായിട്ട് സുവിശേഷകന്മാർ സുവിശേഷ വേല ചെയ്യുമ്പോൾ, സുവിശേഷം അറിയിക്കുമ്പോൾ കർത്താവ് ഏത് നിലയിലാണ് മറ്റുള്ളവരെ കാണുന്നത് എന്നും ബോധ്യത്തോടു കൂടി മനസ്സിലാക്കി വേണം പോകാൻ. അപ്പൊ അതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു വിഷയം നിയോഗമാണ്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. നമ്മൾ പലപ്പോഴും സ്വയം അങ്ങോട്ട് പോകുക. സുവിശേഷന്മാരായിട്ടും പോകും, മൂപ്പന്മാരായിട്ടും സ്വയം നിയമിക്കപ്പെടും, ഡീക്കന്മാരായിട്ടും സ്വയം നിയമിക്കപ്പെടും. പക്ഷെ ഇവിടെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്ന ഒരു വിഷയം, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. എത്ര ഹൃദ്യമായിട്ട് യോഹന്നാൻ ആ വാക്ക് എഴുതുന്നു. ഒരു മനുഷ്യൻ വന്നു, യോഹന്നാൻ സ്നാപകൻ വന്നു, ദൈവത്തിന് പ്രവാചകൻ വന്നു എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജന്മത്തിന്റെ മനുഷ്യനായിട്ട് ഒരു വ്യക്തി ഭൂമിയിലേക്ക് ജനിക്കുന്നതിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട്, പ്രത്യേകിച്ച് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ വിഷയം മനസ്സിലാക്കണം. നമുക്കറിയാം യോഹന്നാൻ സ്നാപകൻ പ്രവാചകനാണ് ഒന്നാമത്. രണ്ടാമതായിട്ട് താൻ കർത്താവിന് വഴിയൊരുക്കാൻ വന്നവനാണ്. അതുകൊണ്ട് അത് പ്രത്യേകമോ നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമ്മൾ സഭയിലായിരിക്കുമ്പോൾ, നമ്മൾ വിശ്വാസികളായി ജീവിക്കുമ്പോൾ നമുക്കൊരു നിയോഗമുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. ദൈവം അയച്ചിട്ട് വന്നു. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ദൈവം അയച്ചിട്ടുണ്ടോ എന്നൊരു പരിശോധന നമുക്ക് ഉണ്ടാകണം. ഏത് വിഷയത്തിലായാലും, നമ്മൾ ഏത് ശുശ്രൂഷ ചെയ്യുമ്പോഴും, ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവം അയച്ചിട്ടുണ്ടോ, ദൈവം എന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ശോധന ചെയ്യണം. ഇന്ന് നമ്മുടെ സഭകളിൽ ഈ ഒരു പരിശോധന ഇല്ലാതെ ആളുകൾ സ്വയ സാമർഥ്യത്താൽ കയറി വരുന്നത് കൊണ്ടുള്ള പരാധീനതകളാണ് വിശ്വാസ സമൂഹത്തിൽ കണ്ടുവരുന്നത്. ഈ സുവിശേഷ അറിയിക്കുവാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പരാധീനതയുടെ വിഷയങ്ങൾ എന്താണ്? സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകും, സുവിശേഷത്തിന്റെ പ്രകാശം കെട്ടുപോകുക. നമ്മൾ വായിക്കുന്നത് യോഹന്നാനെ കുറിച്ച് വായിക്കുന്നത് യോഹന്നാൻ ദൈവം അയച്ചിട്ട് വന്നു. രണ്ടാമത്തെ വാക്ക് വളരെ പ്രധാനമാണ്. യോഹന്നാൻ മനുഷ്യൻ വന്നു. അതിന്റെ രണ്ടാം ഭാഗം, അവന് യോഹന്നാൻ എന്ന് പേർ, അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് വന്നു. ഈ വെളിച്ചം ലോഗോസ് ആണെന്ന് അതിനു മുമ്പ് യോഹന്നാൻ വ്യക്തമാക്കി. എന്നിട്ട് പറയുകയാണ് ലോഗോസ് ആണ് വെളിച്ചം. ആ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ടാണ് യോഹന്നാൻ വന്നത്. അപ്പൊ സ്പെസിഫിക് ആണ് നിയോഗം, അല്ലെ കോളിംഗ്. വിളി എന്ന് പറയുന്നത് കൃത്യമാണ്, നിർദ്ദിഷ്ടമാണ്. നമ്മൾ പലപ്പോഴും എല്ലാം അങ്ങ് കൈയടക്കി വെക്കാനോ ഉദ്ദേശിക്കണം. പക്ഷെ ദൈവം ഓരോ വ്യക്തിയെയും വിളിക്കുന്നതിന് ഒരു പർട്ടിക്കുലർ നിയോഗമുണ്ട്. എല്ലാ പണിയും എല്ലാവരെ കൊണ്ടും പറ്റത്തില്ലെന്ന് അതിന്റെ ആശയം. ഇവിടെ യോഹന്നാൻ വരുമ്പോൾ യേശുക്രിസ്തുവാണ് ലോകത്തിന്റെ വെളിച്ചമായി വരുന്നവൻ, അല്ലെങ്കിൽ വചനം ജഡമായി തീർന്നു വരുന്ന രക്ഷിതാവ്, അല്ലെങ്കിൽ വാഗ്ദത്ത മശിഹ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് എന്ന് യഹൂദന്മാരുടെ മുമ്പാകെ ഏലിയാവിന്റെ ആത്മാവിന്റെ ശക്തിയോടെ സംസാരിക്കാൻ ആംബിയറുള്ള, അതിന് കൃപ ലഭിച്ച, അതിന് നിയോഗമുള്ള ഒരു വ്യക്തി യോഹന്നാൻ സ്നാപകനാണ്. അപ്പൊ ആ സ്നാപക യോഹന്നാൻ ആ ദൈവ നിയോഗത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ യോഹന്നാൻ ആദ്യമായിട്ട് പറയുന്ന വിഷയം, ഞാൻ സംസാരിക്കാൻ പോകുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. ആ സ്നാപകൻ പറയുന്ന വാക്കുകൾക്കുള്ള ആധികാരികത എന്ന് പറയുന്നത് ദൈവം അയച്ചിട്ട് വന്നു.
അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മൾ സുവിശേഷം അറിയിക്കാനായിട്ട് പോകുമ്പോൾ, നമ്മൾ വചന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം ദൈവം തന്നിരിക്കുന്ന സന്ദേശം ദൈവ നിയോഗത്താൽ ദൈവത്തിന്റെ ആധികാരികതയോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, വിശ്വാസികൾക്ക് ആർക്കും ഒരു മുറിവും ഉണ്ടാകരുത്, ആർക്കും ഒരു പ്രയാസം ഉണ്ടാകരുത്. കാരണം എന്താ? പ്രയാസമുണ്ടായാൽ, മുറിവുണ്ടായാൽ വേദന എടുക്കും, വേദന എടുത്താൽ പൊട്ടലും ചീറ്റലും ഉണ്ടാകും, അത് ദോഷം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷകളിലൊക്കെ സൂപ്പ് സാൽവേഷന, എല്ലാവരെയും സുഖിപ്പിക്കുക. ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞു പോയാൽ എന്തു പറയും? ഞാൻ ഈ സഭയെക്കുറിച്ചല്ല പറഞ്ഞത്, ഞാൻ ഇവിടെയുള്ള വിശ്വാസികളെ കുറിച്ചല്ല പറഞ്ഞു, ഇവിടെയുള്ളവരെല്ലാവരും ആത്മീയരും ഇവിടെയുള്ളവരെല്ലാവരും നല്ലവരാണെന്ന് പറയും. പക്ഷെ യോഹന്നാൻ അങ്ങനെ ആയിരുന്നില്ല. യോഹന്നാൻ ഒരു നിയോഗമുണ്ടായിരുന്നു, ആ നിയോഗം കൃത്യമായിരുന്നു, ആ നിയോഗത്തെ താൻ ശിരസ വഹിച്ചു. അപ്പോൾ യോഹന്നാന്റെ ആധികാരികത എന്ന് പറയുന്നത്, അതോറിറ്റി എന്ന് പറയുന്നത് ദൈവനിയോഗമാണ്. ദൈവനിയോഗമുള്ള ഒരു വ്യക്തിക്ക് തനിക്ക് മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ദൈവനിയോഗമുള്ള വ്യക്തിയുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. തനിക്ക് ദൈവനിയോഗമുള്ളപ്പോൾ താൻ അതിനനുസരിച്ച് ജീവിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് യോഹന്നാന് പ്രത്യേകമായിരിക്കുന്ന വേഷവിധാനവും പ്രത്യേകമായിരിക്കുന്ന ഭക്ഷണക്രമവും ഒക്കെ ഇഷ്യൂ ചെയ്തതുകൊണ്ട്. പഴയ നിയമകാലത്തും നാസർ വ്രതം ഇങ്ങനെ പല പുരോഹിതന്മാർക്ക് ഇന്ന ക്വാളിറ്റി ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മൾ അതെല്ലാം വിട്ട് കോംപ്രമൈസിന്റെ ലോകത്തേക്ക് മാറിയിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇങ്ങനെ എന്തിനാ സൂക്ഷിക്കുന്നത്? നമ്മളെല്ലാത്തിനും ന്യായീകരണം കണ്ടെത്തും. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു വിഷയം, നിയോഗം എന്താണെന്ന് നമ്മൾ മറന്നു പോകുന്നു. യോഹന്നാനിലേക്ക് തിരിച്ചു വരാം. ദൈവം അയച്ചിട്ട് വന്നു. 2, ആ നിയോഗത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുക. ഒറ്റ നിയോഗമുള്ളൂ. ലോകത്തിന് മുമ്പാകെ, യഹൂദന്മാർക്ക് മുമ്പാകെ വാഗ്ദത്തം വശിക, എനിക്ക് പിന്നാലെ വരുന്ന, അതായത് എന്നെക്കാളുള്ള 6 മാസം ജൂനിയർ ആയിട്ട് നിൽക്കുന്ന, ഈ ശുശ്രൂഷ ചെയ്യുന്ന ഈ യേശുക്രിസ്തുവാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ആ നിയോഗമാണ് യോഹന്നാനുള്ളത്. പക്ഷെ യോഹന്നാൻ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ വെറുതെ ഇത് യേശുക്രിസ്തു ആണെന്ന് പറഞ്ഞു പോവുകയല്ല. യോഹന്നാൻ ആ വിഷയം, സ്നാപകൻ ആ വിഷയം സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പഴയ നിയമത്തിൽ വാഗ്ദത്തമശിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയത്തെ എടുത്തുദ്ധരിച്ച് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുക. എന്നാൽ താൻ ആരല്ല എന്നും താൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ വെളിപ്പെടുത്തുന്നതിന്റെ ഉദ്ദേശം, യോഹന്നാന്റെ നിയോഗം എന്ന് പറയുന്നത് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുക. ആ നിയോഗത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരും ഈ വെളിച്ചത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് അവിടെ ചെയ്യുന്ന വിഷയം, താൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടവരത്രേ. ഇതിനകത്ത് വളരെ പ്രായോഗികമായിരിക്കുന്ന വിഷയം. നമ്മൾ ഈ സുവിശേഷം പഠിക്കുമ്പോഴും ദൈവവചനം പഠിക്കുമ്പോഴും ഇത് നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് കാണണം. പ്രാക്ടിക്കലായിട്ട് കണ്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കലം കമത്തി വെച്ചിട്ട് മേളിൽ വെള്ളം ഒഴിക്കുന്ന പോലെ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമുക്കുള്ള എല്ലാ അഡ്വാൻറ്റേജാണ്. നമ്മുടെ തല ഇങ്ങനെ സിദ്ധാന്തപരമായിട്ട് ഇങ്ങനെ അറിവ് കൊണ്ട് ചേർത്തിരിക്കുകയാണ്, ഹൃദയം ശൂന്യമായിട്ടിരിക്കുക. ഈ ഹൃദയത്തിലേക്ക് ഇത് കടന്നു വരണം. യോഹന്നാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്ന വിഷയം, ഞാൻ വെളിച്ചമല്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നവനാ. യോഹന്നാന്റെ നിയോഗം അതായിരുന്നു. പക്ഷെ യോഹന്നാൻ ഒരിടത്തും വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ നിയോഗിക്കപ്പെട്ടവൻ വെളിച്ചമാണെന്ന് അവകാശപ്പെട്ടില്ല. നമ്മൾ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ, നമ്മൾ സഭയിലായിരിക്കുമ്പോൾ, സഭയുടെ കാന്തൻ, അധികാരി, തല ഇത് കർത്താവാണ് എന്നുള്ള ബോധ്യം പലപ്പോഴും നമ്മൾ മറന്ന് നമ്മൾ പലരും തലയായിട്ട് മാറുക. ഈ തലയായിട്ട് മാറുമ്പോൾ സംഭവിക്കുന്ന വിഷയം, ശരീരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും. അതാണ് ഇന്നത്തെ സഭയിലെ പ്രശ്നങ്ങൾക്കും കാരണം. കർത്താവിന് ശിരസിന്റെ സ്ഥാനം കൊടുത്ത് നമ്മൾ സാക്ഷികളാണ്, വെളിച്ചത്തെക്കുറിച്ച് കർത്താവിന്റെ കീഴിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണെന്ന് എല്ലാ ശുശ്രൂഷ രംഗത്തുള്ളവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ അനുഗ്രഹമാകും നമ്മുടെ സഭാ ജീവിതം. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് സിസ്റ്റംസ് മാറി. ലോകം എങ്ങനെ പോകുന്നു അതിനനുസരിച്ച് നമ്മുടെ സഭയും ലോകത്തിനനുസരിച്ച് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകാൻ പാടില്ല. യോഹന്നാൻ ജീവിക്കുന്ന കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. നമുക്കറിയാം, യേശു കർത്താവിന്റെ കാലത്ത് തന്നെ ദേവാലയത്തിൽ കൊണ്ട് ആടിനെയും പ്രാവിനെയും ഒക്കെ വിൽക്കുന്ന കച്ചവട സ്ഥാപനമായിട്ട് ദേവാലയം മാറിയിരുന്നു. അപ്പൊ ഇന്ന് ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. മാറ്റൊന്നുമില്ല, ആടും പശുവൊന്നും അല്ലെന്നേ ഉള്ളൂ, കച്ചവട സ്ഥാപനങ്ങൾ തന്നെയായിട്ട് മാറുന്നുണ്ട്. പക്ഷെ അവിടെ യോഹന്നാൻ, കർത്താവും സ്നാപക യോഹന്നാനും കർത്താവിന്റെ ശിഷ്യന്മാരൊക്കെ എടുത്തിരുന്ന ഒരു ബോധ്യം, അവർക്കുണ്ടായിരുന്ന ബോധ്യം, അവരുടെ നിയോഗം സംബന്ധിച്ച്, അവരാരാണ് എന്ന് സംബന്ധിച്ച് വ്യക്തമായിരിക്കുന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഇനി ഈ യോഹന്നാന്റെ ജീവിതത്തിൽ നിന്ന്, യോഹന്നാന്റെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് ഫലപ്രദമായ സാക്ഷ്യത്തിന് അറിയേണ്ട ചില കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന വിഷയം,
ഫലപ്രദമായി സാക്ഷ്യം വഹിക്കുവാനായിട്ട് നാം ആരല്ല എന്നും നാം ആരാണ് എന്നും വ്യക്തമായിട്ട് ആദ്യം തിരിച്ചറിയണം. 19-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ യഹൂദന്മാര് യോഹന്നാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ ആർ ആകുന്നു എന്ന്, നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാരെ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ. നീ ആരാണ്? യോഹന്നാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചോദ്യം നീ ആരാണ്. യഹൂദന്മാര് യേശു കർത്താവിൽ നിന്ന് അല്ല ഈ സ്നാപക യോഹന്നാനിൽ നിന്ന് ആഗ്രഹിച്ച വിഷയം നീ ആരാണ്, നീ വ്യക്തമായിട്ട് നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം. ഇപ്പൊ യോഹന്നാനും വളരെ വ്യക്തമായി ബോധ്യ വിഷയത്തിലുണ്ട്. എന്തായിരുന്നു താൻ പറയുന്നത്? അവർ ചോദിക്കുന്ന ചോദ്യം 20-ാം വാക്യം, 19-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ മറുക്കാതെ, അവന്റെ സാക്ഷ്യം എന്തെന്ന് അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റുപറഞ്ഞു. യോഹന്നാൻ ആദ്യമായിട്ട് പറഞ്ഞ വിഷയം ഞാൻ ക്രിസ്തു അല്ല, ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് വന്നതാണ്. ഈ ക്രിസ്തുവല്ല എന്ന് പറയുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് സ്വാഭാവികമാണ്. നമ്മളും പറയാം നമ്മൾ ക്രിസ്തു അല്ല. പക്ഷെ ക്രിസ്തുവിന്റെ സ്ഥാനം ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തെ സമനാകുവാൻ, ദൈവത്തെ പോലെ ആകുവാൻ ശ്രമിച്ച ആദാമിന്റെ സ്വഭാവം നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആരൊക്കെയാണ്, ഞാൻ എന്തൊക്കെയോ ആണ്. നമ്മുടെ എല്ലാ രംഗങ്ങളിലും, സഭയിലും ഏത് ശുശ്രൂഷ സ്ഥാനത്തും നമ്മൾ ഞാൻ ആരൊക്കെയാണെന്നൊരു ചിന്ത, അഹംഭാവം, ഞാൻ ഭാവം ഉണ്ട്. എന്നാൽ യോഹന്നാൻ വ്യക്തമായിട്ട് പറയാം, ഞാനൊരു പ്രവാചകനാണ്, ഞാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ട, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ യോഹന്നാന് പറയാം. പക്ഷെ യോഹന്നാൻ പറയുന്നത് ഞാൻ ക്രിസ്തു അല്ല. അപ്പൊ താന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന വിഷയം താൻ ആരാണ് എന്നുള്ള വിഷയം വ്യക്തമായിട്ട് അറിയാം. രണ്ടാമത് താൻ പറയുന്ന വിഷയം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഏലിയാവല്ല. അപ്പൊ നീ ഏലിയാവാണോ എന്ന് ചോദിക്കാനുള്ള കാരണം, യഹൂദന്മാർ ചോദിക്കാനുള്ള കാരണം, ഏലിയാവിന്റെ കാലത്ത് ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും ശക്തമായിട്ട് പ്രസംഗിച്ച വ്യക്തിയാണ് ഏലിയാവ് ആ തലമുറയിൽ. അപ്പൊ യോഹന്നാൻ സ്നാപകൻ വന്നു കഴിഞ്ഞപ്പോൾ, യോഹന്നാന്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ, യോഹന്നാന്റെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോൾ, യോഹന്നാന്റെ നടപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു സംശയം, ഏലിയാവ് വീണ്ടും വന്നതാണോ യോഹന്നാൻ എന്ന് ഇവർക്കൊരു സംശയം. അപ്പോൾ ഇവർ ചോദിച്ചു, നീ ഏലിയാവാണോ? ഞാൻ ഏലിയാവല്ല. പിന്നെ കർത്താവ് പിന്നീട് പറയുന്നുണ്ട്, ഏലിയാവിന്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നവനാണ് യോഹന്നാൻ എന്ന് കർത്താവ് പിന്നീട് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 11:14 വരുമ്പോൾ ഏലിയാവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏലിയാവിന്റെ അതേ നിയോഗം, അതേ ആത്മശക്തിയോടുകൂടി ഏലിയാവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ആശയം, പരിശുദ്ധാത്മാവ് ഏലിയാവിന്മേൽ എങ്ങനെ വ്യാപരിച്ചു, അതേ ആത്മാവിന്റെ അതേ ശക്തിയോടുകൂടി യോഹന്നാൻ സ്നാപകന്മേലും വ്യാപരിച്ചു. പക്ഷെ യോഹന്നാൻ അവിടെ എടുത്തു പറയുന്ന വിഷയം, യോഹന്നാൻ പറയാണ് ഞാൻ ഏലിയാവിന്റെ പുനരവതാരം ഒന്നുമല്ല. യഹൂദന്മാർക്ക് അങ്ങനെ ചെയ്യുന്നത്, ഏലിയാവ് വീണ്ടും വരും എന്നൊരു പ്രവചനമുണ്ട് പഴയ നിയമത്തിൽ. അപ്പോൾ ഏലിയാവ് വരും എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഉടനെ വിചാരിച്ചു ഏലിയാവ് വീണ്ടും ആക്സിറ്റീസ് വരും. അപ്പൊ യോഹന്നാൻ ഞാൻ ഏലിയാവല്ല. അപ്പൊ കൃത്യമായിട്ട് ആ വിഷയം പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മൂന്നാമതായിട്ട് ചോദിക്കുന്നത്, നീ ആ പ്രവാചകനോ? ഏത് പ്രവാചകൻ? മോശയെ പോലെ തന്നെ ഒരു പ്രവാചകനെ ഇസ്രായേൽ ജനത്തിന് കൊടുക്കും എന്ന് ആവർത്തന പുസ്തകം 18:15 നമ്മൾ കാണുന്നുണ്ട്. ആവർത്തനം 18:15 മോശയെ പോലെ തന്നെ ഒരു പ്രവാചകൻ, അത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അപ്പോൾ ഇവിടെ താൻ നീ ആ പ്രവാചകനാണോ? കാരണം പ്രവാചക ശുശ്രൂഷയാണല്ലോ ദൈവം വരുത്തുന്ന ന്യായവിധിയെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുക. അവിടെ വ്യക്തമായിട്ട് താൻ പറയുന്നൊരു വിഷയമുണ്ട്, ഞാൻ ആ പ്രവാചകനും അല്ല. പിന്നെ നാം ആരാണ്, ഞാൻ ആരാണ് എന്ന് സ്നാപക യോഹന്നാൻ കൃത്യമായിട്ട് ഏറ്റു പറയുകയാണ്. 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കർത്താവിന്റെ വഴി നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാകുന്നു ഞാൻ. തന്നെക്കുറിച്ചുള്ള പ്രവചനം താൻ എടുത്ത് ഉദ്ധരിച്ചിട്ട്, പക്ഷെ അവിടെ വളരെ ലിമിറ്റ് ആയിട്ട് ആ ശബ്ദം എന്നുള്ള വിഷയത്തിലേക്ക് മാത്രം തൻ്റെ ഐഡന്റിറ്റിയെ, തൻ്റെ വ്യക്തിത്വത്തെ താൻ ചുരുക്കി കൊണ്ടുവരിക. എന്താണോ എന്നോട് പറയുവാനായിട്ട് കൽപ്പിച്ചിരിക്കുന്നതാണ്, എന്താണോ എന്നോട് അറിയിക്കുവാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത്, ആ നിയോഗം, ആ ശബ്ദം മാത്രം, ആ സന്ദേശം നൽകുവാൻ മാത്രം ഉള്ള ഒരു വ്യക്തി. അതാണ് എൻ്റെ ഐഡന്റിറ്റി. ഞാൻ എന്ത് സംസാരിക്കുന്നു, ഞാൻ എന്ത് പറയുന്നു, അതാണ് എൻ്റെ ഐഡന്റിറ്റി. അതാണ് യോഹന്നാൻ പറഞ്ഞു വരുന്ന വിഷയം. യോഹന്നാൻ തന്നെ തനിക്കറിയാം, യോഹന്നാൻ ജനിക്കുന്ന ഒരു പൗരോഹിത്യ ഫാമിലിയിലെ ലേവ്യ പുരോഹിത്യത്തിൽപ്പെട്ട ആളാണ്, ലേവ്യനാണ്, പൗരോഹിത്യ കുടുംബമാണ്. അതുകൊണ്ട് ഒത്തിരി ക്ലെയിം ചെയ്യാനായിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ ഒത്തിരി പാരമ്പര്യമൊക്കെ.
എന്നാൽ യോഹന്നാൻ പറയുകയാണ് ഞാൻ ആ ശബ്ദം മാത്രമാണ് എന്ന് പറഞ്ഞാൽ എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സാക്ഷ്യം എന്തോ ആ സാക്ഷ്യം പറയുവാൻ മാത്രം നിയോഗിക്കപ്പെടും. അതാണ് ആ സാക്ഷ്യമാണ് എൻ്റെ ഐഡന്റിറ്റി. ഞാൻ പറയുന്നതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്ന പോലെ തന്നെ സുവിശേഷ പ്രവർത്തന രംഗത്തും വിശ്വാസ ജീവിത രംഗത്തും നമ്മൾ വളരെ കുറിക്കൊള്ളേണ്ട ഒരു വിഷയമാണ് ഇത്. എന്ത്? എൻ്റെ സന്ദേശമാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ് ഞാൻ സാക്ഷ്യം പറയുന്നതാണ് എൻ്റെ ജീവിതം. എനിക്ക് വേറെ ഐഡന്റിറ്റി ഇല്ല. പക്ഷെ ഇന്ന് ആദ്യ തലമുറയിൽ അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒത്തിരി അനുഗ്രഹം ഉണ്ടായി. ഇന്ന് അത് അന്യം വന്നു പോയത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒക്കെ തിക്ത അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സുവിശേഷ വേലയിൽ പോകുമ്പോൾ സാക്ഷ്യക്കേടുകൾ, സാക്ഷ്യമില്ലായ്മ, ലോകം നമ്മുടെ നേരെ വിരൽ ചൂണ്ടി നമ്മളെ നിർത്തിപ്പൊരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരില്ല. നമുക്ക് ഇന്ന് വേർപാട് വേണ്ട, വിശുദ്ധി വേണ്ട, സാക്ഷ്യം വേണ്ട, ഒന്നും വേണ്ട. നമ്മളൊരു മതസംവിധാനമായി മാറി. ലോഹയിട്ട പുരോഹിതന്മാരില്ലെങ്കിലും, മെത്രാന്മാരില്ലെങ്കിലും, ബിഷപ്പുമാരില്ലെങ്കിലും അതുപോലൊരു സംവിധാന സിസ്റ്റത്തിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറ്റപ്പെട്ട് കഴിഞ്ഞു. ലോകം ഇന്ന് നമ്മളെ ഒരു മതമായിട്ട് കാണുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുന്നു. നമ്മൾക്കുണ്ടായിരുന്ന വേർപാടിന്റെ ഓരോരോ മതിലുകൾ നമ്മൾ പൊളിച്ചു കളഞ്ഞ് ലോകം ഉള്ളിലേക്കും നമ്മൾ ലോകത്തിലേക്കും ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് യോഹന്നാൻ സ്നാപകന്റെ പ്രസക്തി. എന്തുകൊണ്ടാണ് യോഹന്നാൻ ഇത്ര കൃത്യമായിട്ട് യോഹന്നാനെ എടുത്തു പറയാനുള്ള കാരണം? മറ്റുള്ളവര് ജനനം ജീവിതം പറഞ്ഞു, ഹെരോദ്യയുടെ ഭാര്യയോടുള്ള ബന്ധത്തിൽ സംഭവിച്ച വിഷയമൊക്കെ എടുത്തു പറഞ്ഞു, യോഹന്നാന്റെ ശുശ്രൂഷ തീർന്നു, മരണവും പറഞ്ഞു. പക്ഷേ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ സ്നാപകനെ കുറച്ചുകൂടെ ഉന്നതമായ നിലയിൽ തന്റെ നിയോഗത്തെ എടുത്ത് കാട്ടിക്കൊണ്ടും തന്റെ വ്യക്തിത്വത്തെ എടുത്ത് കാട്ടിക്കൊണ്ടുമാണ് സംസാരിക്കുന്നത്. അതിന്റെ 24 തൊട്ട് 26 വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ കൊടുക്കുന്ന സ്നാനം എന്താണ് എന്നത് സംബന്ധിച്ച് താൻ കൃത്യമായിട്ട് പറയുക. ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പുറകെ വരുന്നവൻ ആത്മാവിൽ സ്നാനം കഴിപ്പിക്കും, പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം തരും. വെള്ളത്തിലുള്ള സ്നാനം മാനസാന്തര സ്നാനം, മാനസാന്തരപ്പെട്ട് സ്നാനം നൽകുക. അവരുടെ മാനസാന്തരത്തിന്റെ അടയാളമായിരുന്നു ഈ യോഹന്നാൻ കൊടുത്തിരുന്ന സ്നാനം. എന്നാൽ യേശു ക്രിസ്തു കൊടുക്കുന്ന ആത്മസ്നാനം നിത്യജീവന്റെ അടയാളമാണ് എന്നുള്ള വിഷയം യോഹന്നാൻ മുൻകൂട്ടി പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 27 വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ ആറ്റിറ്റ്യൂഡ് അവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നത്. യോഹന്നാനെ കുറിച്ച് ഒത്തിരി വിശദമായിട്ട് മുന്നോട്ടുള്ള വാക്യങ്ങളുണ്ട്. 27 വാക്യത്തിൽ വരുമ്പോൾ യോഹന്നാൻ പറയുന്നത്, എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യൻ അല്ല. അപ്പൊ യോഹന്നാൻ യേശു ക്രിസ്തു സംബന്ധിച്ച് 6 മാസം എളുപ്പമാണ് യേശു. യോഹന്നാൻ സ്നാപകനും യേശുവും തമ്മിൽ 6 മാസത്തെ ഡിഫറൻസ് ഉണ്ട് എന്ന് നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിലും മത്തായി സുവിശേഷം നമ്മൾ കാണുന്നു. ഈ 6 മാസം എളുപ്പമുള്ള യേശുവിനെ യോഹന്നാൻ പറയുന്നത് അവൻ എന്നെക്കാട്ടിലും വരുന്നത്, എൻ്റെ പിന്നാലെയാണ് വരുന്നത്, ജൂനിയറാണ് ബൈ ബർത്ത്, പ്രായം കൊണ്ടൊരു 6 മാസം കുറവുണ്ട്, പക്ഷെ അവൻ എന്നിലും വലിയവനാണ്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. എന്ന് പറഞ്ഞാൽ വചനത്തെ, നിത്യദൈവമായിരിക്കുന്ന വചനത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ താൻ ആരെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് പോകുന്നു എന്നുള്ള വ്യക്തമായ ബോധ്യം യോഹന്നാൻ സ്നാപകനുണ്ടായിരുന്നു. നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ആരെയാണ് അനുഗമിക്കുന്നത്? ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ബോധ്യം നമുക്കില്ലാത്തപ്പോൾ നമ്മൾ ആ വ്യക്തിയെക്കാളും ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ച് ഉന്നതമായ ചിന്തകൾ ഉള്ളവരായി തീരും. അങ്ങനെ വരരുത് എന്നാണ് സ്നാപക യോഹന്നാന്റെ ജീവിതം. അവൻ പറയുന്നത് അവന്റെ ചെരുപ്പിന്റെ, ഇതാ ഒരു ജൂവിഷ് കൾച്ചർ, അന്നത്തെ ഒരു കൾച്ചറാണ്. ഒരടിമ യജമാനൻ വരുമ്പോൾ അവന്റെ ചെരുപ്പഴിച്ച് കാലിൽ വെള്ളം ഒഴിച്ച് കഴുകി പെരക്കകത്ത് കയറ്റുന്ന ഒരു കൺസെപ്റ്റ്. ആ ഒരു അവസ്ഥയ്ക്ക് പോലും ഞാൻ യോഗ്യനല്ല എന്ന് യോഹന്നാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, യോഹന്നാൻ വലിയ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്ത് ദൈവദൂതന്മാർ ന്യായപ്രമാണത്തിന്റെ അവസാനത്തിലേക്ക് വന്ന് അവസാന പ്രവാചകനായിട്ട് വന്ന് നിൽക്കുന്ന വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. പക്ഷേ താൻ ആരെക്കുറിച്ച് സംസാരിക്കുന്നുവോ, ആരെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് വന്നു, ആ വ്യക്തിയുടെ മുമ്പാകെ താൻ നിൽക്കുമ്പോൾ താൻ ഒരു ദാസനാണ്, ദാസൻ മാത്രമാണ് എന്നുള്ള മനോഭാവം നമ്മുടെയൊക്കെ വിശ്വാസികളായ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടായി വരേണ്ട ഒരു ഭാവമായിരുന്നു. നമ്മൾ ദൈവസഭയിൽ, നമ്മുടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിന്റെ ദാസന്മാരാണ് നാം എന്നുള്ള മനോഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശുശ്രൂഷ കൂടുതൽ ഫലകരമാണ്. യോഹന്നാൻ വളരെ ചുരുങ്ങിയ കാലം ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. പക്ഷേ യോഹന്നാൻ ആ വ്യക്തി അത്ര ഹൈലൈറ്റ് ചെയ്താണ് കാണിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലനായ യോഹന്നാനെ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ യോഹന്നാന്റെ ഹൃദയത്തിൽ പതിഞ്ഞ സ്നാപക യോഹന്നാൻ, നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക.
ഈ 1-ാം അധ്യായത്തിൽ തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് 6-ാം വാക്യത്തിൽ തുടങ്ങി, 6-ാം വാക്യത്തിൽ പറഞ്ഞു, 15-ാം വാക്യത്തിൽ പറഞ്ഞു, 19 തൊട്ട് യോഹന്നാനെ കുറിച്ച് മാത്രമാണ് താൻ പറയുന്നത്. കാരണം അത്രമാത്രം യോഹന്നാന്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു വ്യക്തിപ്രഭാവമായിരുന്നു യോഹന്നാൻ. അതിന് മറ്റൊരു കാരണമുണ്ട്. ഈ യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ ആദ്യം യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു. അതിന്റെ കാരണം തന്റെ ഗുരുവിനെ കുറിച്ച് അത്രയും കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന വേറൊരു ശിഷ്യനില്ല. ഗുരുശിഷ്യ ബന്ധം, ഈ ഗുരുശിഷ്യ ബന്ധം കൊണ്ട് ചുമ്മാ പുകഴ്ത്തി പറഞ്ഞതല്ല. തന്റെ ഗുരു താൻ പിൻപറ്റിയ, എവിടെ മാനസാന്തരപ്പെടുവനെന്നുള്ള സന്ദേശം യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചപ്പോൾ ആ നടത്തിപ്പുള്ളിൽ ലഭിച്ച യോഹന്നാനെ, സ്നാപക യോഹന്നാനെ പിൻപറ്റിയ യോഹന്നാനാണ് പിൻപറ്റിയത്. താഴ്ത്തിരുന്ന വാക്യങ്ങൾ നമ്മൾ അതിലേക്ക് പിന്നാലെ അടുത്ത ക്ലാസ്സിൽ വരും. അപ്പോൾ ഈ യോഹന്നാൻ തന്റെ ഗുരുവായി, താൻ അനുഗമിച്ച, താൻ പിൻപറ്റിയ ഗുരുവായിരിക്കുന്ന സ്നാപക യോഹന്നാന്റെ ക്വാളിറ്റീസ് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. തന്റെ നിയോഗം മനസ്സിലാക്കിയിരുന്നു. ഇതൊക്കെ ഒരു ഗുരുശിഷ്യ ബന്ധം. ഇന്നത്തെ കാലത്ത് ഒന്നുമില്ല. ഇന്ന് ഗുരുവിനെ വല്ലതും പറഞ്ഞു പോയ ഉടനെ ഗുരുക്കന്മാരെ കോടതി കയറ്റുന്ന ശിഷ്യന്മാരാണ് ഇന്ന് ലോകത്തിലുള്ളത്. അത് തന്നെയാണ് ഇന്ന് സഭയിലുള്ളത്. ഗുരുക്കന്മാരെ, ആത്മീക നേതൃത്വങ്ങളെ, ശുശ്രൂഷ ചെയ്യുന്നവരെ മാനിക്കുവാനായിട്ട് നമുക്കറിയില്ല. നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, നമ്മൾ കാണുന്നുമില്ല. ഇനി അടുത്ത തലമുറ വരുമ്പോഴത്തേനും ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല, എല്ലാം ശൂന്യമാകും. അപ്പോൾ അതുകൊണ്ട് നല്ല മാതൃക പിൻപറ്റുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ്, ഇത് അന്നത്തെ കാലമല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള അന്നത്തെ സംസ്കാരം വേറെ, ഇന്നത്തെ സംസ്കാരം വേറെ. പക്ഷെ ദൈവവചനത്തിനും മാറ്റമില്ല. ഭൂമിയും ആകാശവും മാറിയാലും മാറ്റമില്ല, അതിലെ വ്യവസ്ഥകൾക്കും മാറ്റമില്ല. ആ വ്യവസ്ഥ പ്രകാരം പോകുമ്പോൾ ഏത് സംസ്കാരമായാലും, ഏത് സഭയായാലും, ഏത് വ്യക്തി ജീവിതമായാലും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ നമ്മൾ ആദ്യം കണ്ട 3 പ്രധാന വിഷയം. ഒന്ന്, യോഹന്നാന്റെ ജനനത്തിന്റെ ഉദ്ദേശം. അവനൊരു നിയോഗമുണ്ടായിരുന്നു, ആ നിയോഗം കൃത്യമായിരുന്നു, ആ നിയോഗത്തിൽ താൻ ഫോക്കസ്ഡ് ആയിരുന്നു. ആദ്യമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ട ഒരു വിഷയം, ഞാൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു? സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രം ഒരു വിശ്വാസം ദൈവം വിളിച്ചിട്ടില്ല. സ്വർഗത്തിൽ പോകുന്നതൊക്കെ നല്ല കാര്യമാണ്, വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളെ. പക്ഷെ ആ വിളിയിൽ ഒരു നിയോഗമുണ്ട്. അത് മൂപ്പന്മാരാകാൻ മാത്രമുള്ളതല്ല, സുവിശേഷന്മാരാകാൻ മാത്രമുള്ളതല്ല, സഭയിൽ ഏറ്റവും മുമ്പിലിരിക്കാൻ മാത്രമുള്ളതല്ല, വലിയ ആളാകാൻ മാത്രമുള്ളതല്ല. നിയോഗം എന്ന് പറയുന്നത് സഭയിലെ ഓരോ വിശ്വാസികളെയും, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും ഒരു വിളിയുണ്ട്, ഒരു നിയോഗമുണ്ട്. ആ നിയോഗത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാണ്. എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു? അതിലുപരി വേണ്ടത് ആരാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അത് യോഹന്നാന് ബോധ്യമുണ്ടായിരുന്നു, ദൈവം അയച്ച മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാന് ബോധ്യമുണ്ടായിരുന്നു, ദൈവമാണ് എന്നെ അയച്ചതെന്ന്. ഇവർക്ക് രണ്ടുപേർക്കും ബോധ്യമുണ്ടായിരുന്നു എന്ത്? യേശുവിനെ കുറിച്ച്, വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ടാണ് അയച്ചത് എന്ന്. ഈ സാക്ഷ്യം പറയുന്നതിന്റെ ഉദ്ദേശമുണ്ടായിരുന്നു, മറ്റുള്ളവർ വിശ്വസിക്കണം. അപ്പോൾ ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, വാഗ്ദത്തം വശം യേശുക്രിസ്തു ആണ് എന്ന് ലോകത്തിന് സാക്ഷിക്കുവാനായിട്ട് സ്നാപക യോഹന്നാനെ അയച്ച അതേ നിയോഗം തന്നെയാണ് സഭയിലെ, ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ സഭയിലെ വിശ്വാസികൾക്ക് എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്നത്. ഈ രക്ഷിതാവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുക. എങ്ങനെ പരിചയപ്പെടുത്തണം? യേശു ആയിരിക്കുന്നത് പോലെ തന്നെ. അതിലേക്ക് പിന്നാലെ വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം, എല്ലാവരും വിശ്വസിക്കണം എന്നുള്ളതാണ് ആ സാക്ഷ്യത്തിന്റെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ, നമ്മൾ വഹിക്കുന്ന സാക്ഷ്യം അത് കേൾക്കുന്ന വ്യക്തിയെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന നിലയിലുള്ളതായിരിക്കണം, നയിക്കത്തക്ക നിലയിലുള്ളതായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പലപ്പോഴും നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകും. നമ്മൾ രക്ഷിക്കുന്ന ദൈവമാണ്, നമ്മുടെ ജോലി സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഏറ്റവും വലിയൊരു ഡയലോഗാണത്. സുവിശേഷം അറിയിക്കാനേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ, രക്ഷിക്കുന്നത് ദൈവത്തിന്റെ കടമ. അത് താത്വികമായിട്ട് ശരിയാണ്. പക്ഷെ ഇവിടെ യോഹന്നാൻ വെളിച്ചത്തെക്കുറിച്ച് പറയാൻ, സാക്ഷ്യം വന്നതിനെ കുറിച്ച് പറയുന്നത്, ഈ സാക്ഷ്യം പറയുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരും വിശ്വസിക്കുക എന്നുള്ളതാണ്. അതായിരിക്കണം പറയുന്നവന്റെ ലക്ഷ്യം. അതായത് സാക്ഷ്യം പറയുന്നവന്റെ ലക്ഷ്യം എല്ലാവരും വിശ്വസിക്കണം എന്നുള്ളതാണ്. വിശ്വസിക്കുവാൻ കൃപ ലഭിച്ചവർ വിശ്വസിക്കട്ടെ. രണ്ടാമത്തെ വിഷയം, താൻ ആരാണ്, താൻ എന്തല്ല, ആരല്ല എന്ന ബോധ്യവും ഈ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയെ ഭരിക്കണം എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. ഇനിയും ചില വിഷയങ്ങൾ കൂടെ യോഹന്നാനെ കുറിച്ച് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ വിഷയങ്ങളിലൂടെ കടന്നു പോകാം. ദൈവത്തിന്റെ ഈ വിഷയങ്ങൾ കൂടുതലായിട്ട്, യോഹന്നാനെ കുറിച്ച് കൂടുതലായിട്ട് അടുത്ത് പഠിക്കുവാൻ, ഈ വാക്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾക്കും കൂടുതൽ ഉൾക്കാഴ്ചകൾ ഈ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് ലഭിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.